ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി തുടങ്ങിയതായി മുഖ്യമന്ത്രി വി.ടി. സതീശൻ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സജീവമായ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ ഭക്ഷ്യവിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചു. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകൾ ആഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,55,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റു 11 ജില്ലകളിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഭക്ഷ്യവകുപ്പിനായി അനുവദിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സൗജന്യ കിറ്റ് ഉൾപ്പെടെയുള്ള വിപണി ഇടപെടലിനായി 273 കോടി രൂപയും നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും ഗതാഗത ചാർജിനത്തിൽ 20 കോടി രൂപയും നൽകി. വിപണിയിലെ വിലക്കയറ്റം തടയാൻ ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി നടത്തിപ്പ് വൈകുന്നതുമൂലം ഖജനാവിൽ നിന്നും കോടികൾ നഷ്ടമാകുന്നത് തടയാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പോർട്ടൽ രൂപീകരിക്കും. പ്ലാൻ സ്പേസ് 2.0 എന്ന പ്രൊജക്ട് രജിസ്റ്റർ രൂപീകരിക്കും. വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. GIS അധിഷ്ഠിത പ്രൊജക്ട് രജിസ്റ്റർ ഉണ്ടാകും. നിലവിൽ 2000-ഓളം പദ്ധതികളുടെ ജിയോ മാപ്പിംഗിലൂടെയുള്ള ട്രാക്കിംഗ് നടത്തും. സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്രമായ അസറ്റ് രജിസ്റ്റർ രൂപീകരിക്കും. ആകെയുള്ള 591 സർക്കാർ സ്ഥാപനങ്ങളിൽ ശമ്പളമായി 19,000 കോടിയോളം രൂപയാണ് നൽകുന്നത്. പല കാലത്തായി രൂപീകരിച്ച സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കും. കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പരവിരുദ്ധമായ നിയമങ്ങളുടെ അവലോകനവും ഭേദഗതിയും നടപ്പാക്കും. ഇതുമൂലം വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട്. ഇതൊഴിവാക്കാനുള്ള സമഗ്രമായ പരിപാടിയാണിത്.